ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന പെന്റകോസ്റ്റൽ മരണത ഗോസ്പൽ ചർച്ച് വാഴമുട്ടം ദൈവസഭയുടെ ശുശ്രൂഷകനും കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെ ജോയിന്റ് സെക്രട്ടറിയുമായിരിക്കുന്ന പാസ്റ്റർ ജോസ് തോമസ്, എനിക്ക് മുമ്പേ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിച്ച ഈ ഭവനത്തിലെ അംഗവും കർത്താവിന് വേണ്ടി ശക്തിയോടെ നിലകൊള്ളുന്ന കർത്തൃദാസൻ പാസ്റ്റർ എബ്രഹാം ടൈറ്റസ്, PMG സഭയിൽ എന്നോടൊപ്പം കർത്തൃവേലയിലായിരിക്കുന്ന അനുഗ്രഹീതരായ എല്ലാ കർത്തൃദാസന്മാർ, വിശേഷിച്ചും അബുദാബിയിലെ ശുശ്രൂഷകനും എൻ്റെ സ്നേഹിതനുമായിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ഡാനിയേൽ, എന്നോടൊപ്പം തിരുവനന്തപുരത്തു നിന്ന് കടന്നു വന്ന PMG സഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ KJ ജോസഫ്, പാസ്റ്റർ PJ വർഗീസ്, പാസ്റ്റർ PJ വിൽസൺ, അതുപോലെ ഈ അടുത്തുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭകളിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർ, അവരുടെ എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. അവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, വാഴമുട്ടം PMG സഭയിലെ അംഗങ്ങളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ഭവനത്തിലെ വാത്സല്യ മാതാവ്, അതുപോലെ തന്നെ ഇവിടെ പറയപ്പെട്ടതുപോലെ ഈ ഭവനത്തിലെ അംഗമായിരിക്കുന്ന സിസ്റ്റർ മോളി, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനേക നാളുകൾക്ക് ശേഷം ഈ ഭവനത്തിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്ന് ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഇങ്ങനെ ദൈവവചനം പ്രസംഗിക്കുവാൻ, ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിൻ്റെ പശ്ചാത്തലവും ഇതിൻ്റെ കാരണവുമൊക്കെ കർത്തൃദാസൻ ഇവിടെ ഓർപ്പിച്ചല്ലോ. സിസ്റ്റർ മോളി തൻ്റെ മകളുടെ മകൻ, ന്യൂസിലൻഡിലായിരിക്കുന്ന വാത്സല്യ പൈതൽ ജോനാഥൻ, ഓസ്ട്രേലിയയിലായിരിക്കുന്ന വാത്സല്യ പൈതൽ, ഒരു പുതിയ വർഷത്തിലേക്ക് അവൻ പ്രവേശിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് അതിന് സ്തോത്രം ചെയ്യുവാനും, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഒരു പുതിയ വർഷം ദൈവം അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ ആ കുഞ്ഞിന് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും അതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ഓൺലൈനായിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആ മോനിപ്പോൾ അവിടുത്തെ ടൈം സോൺ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ശ്രദ്ധിക്കുന്നെങ്കിൽ നമ്മളെല്ലാവരും ചേർന്ന് ആ കുഞ്ഞിനൊരു ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ്. ദൈവനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ ചില നേരത്തെ വന്നു. എനിക്കിന്ന് രാവിലെ അത്തിക്കയത്തിനടുത്തുള്ള PMG സഭയിൽ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ വാത്സല്യ മാതാവിനെ ഒന്നുകൂടെ കണ്ട് സംസാരിപ്പാൻ ഇടയായി. ആ വാത്സല്യ മാതാവ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്തണമെന്ന് ഒത്തിരി നാളത്തെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം അത് ഒരുക്കി തന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമൊന്ന് ഉയർത്തിയെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവവചനം പറയുന്നു, നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ പ്രിയമാമയുടെ നല്ല ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു. അതിന് മക്കളെ ദൈവം കരങ്ങളിലെടുത്തു. കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഒക്കെ ദൈവം കരങ്ങളിലെടുത്തു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്കതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വലിയ ഇഷ്ടമാണ്. ഇറ്റ് ഈസ് ക്വിക്ക് ആൻഡ് പവർഫുൾ. ദൈവത്തിൻ്റെ വചനം വേഗമോടുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ള വചനമാണ്. ഹൃദയങ്ങളുടെ ഉള്ളറകളിൽ ചെന്ന് ചെയ്യേണ്ട ക്രിയകൾ ചെയ്യുവാൻ തക്കവണ്ണം, രൂപാന്തരങ്ങൾ അയക്കുവാൻ, സൗഖ്യം പകരുവാൻ, ആശ്വാസം പകരുവാൻ, പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ മതിയായ ജീവനുള്ള വേഗമോടുന്ന വചനം ഇന്ന് രാത്രി ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിൽ അനുഗ്രഹം പ്രാപിച്ച് ഞാൻ മടങ്ങിപ്പോകും.
പ്രൈസ് ദി ലോർഡ്. ആ ഒരു ഒരുക്കം, ആ ഒരു സമർപ്പണം നമുക്കുണ്ടായിരിക്കുമെങ്കിൽ നാം കടന്നു വന്നത് അനുഗ്രഹം തന്നെയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ നാസ എന്ന് പറയുന്ന സ്പേസ് ഓർഗനൈസേഷനിലുള്ള സയന്റിസ്റ്റ് ഒരു ടെലസ്കോപ്പിലൂടെ ഈ വാനഗോളത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിച്ചു. ലൈറ്റിന്റെ വ്യത്യസ്തമായ സ്പെക്ട്രം സ്റ്റഡി ചെയ്യുവാനാണ് അവർ ഈ ടെലസ്കോപ്പിലൂടെ നോക്കിയത്. അങ്ങനെ നോക്കി ഒത്തിരി ഫോട്ടോകൾ അവരെടുത്തു. ആ ഫോട്ടോകൾ വിശുദ്ധമായി അവർ വിശകലനം ചെയ്യുമ്പോൾ അതിലൊന്നിൽ അവർ കണ്ടത് ഒരു മനുഷ്യന്റെ വിരൽ പോലെയും ഒരു മനുഷ്യന്റെ തള്ളവിരൽ നിൽക്കുന്നത് പോലെയുള്ള ഒരു രൂപമാണ്. അവർക്കതിനെ കോംപ്രിഹെൻഡ് ചെയ്യുവാൻ, മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. You know what they did? They put a name to it. അവരതിന് ഒരു പേര് കൊടുത്തു. എന്താണെന്നറിയാമോ? ഹാൻഡ് ഓഫ് ഗോഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ കരം സകലത്തെയും താങ്ങുന്ന ദൈവത്തിന്റെ കരമാണ്. ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നു, പുരാതനായ ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്, കീഴെയോ ശാശ്വത ഭുജങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രാരംഭമായി ഞാൻ നിങ്ങളെ ഒരു ദൂത് ഓർപ്പിക്കട്ടെ. സ്തോത്രം. അവന്റെ കരം ശാശ്വത കരമാണ്. അവന്റെ കരം മാറിപ്പോകാത്ത കരമാണ്. ആ കരത്തിൽ ആശ്രയിക്കുന്നവരെ താങ്ങി നിർത്തുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി വീണ്ടും ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പറ, കർത്താവേ, ആ ശാശ്വത ഭുജത്തിന്റെ അരികിലേക്ക് ഞാൻ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അടുത്തു വരുമ്പോൾ അവിടുത്തെ കരം എന്നെ താങ്ങി നടത്തുമാറാകണമേ. ക്ഷീണിച്ചിരിക്കുന്നവർക്ക്, തളർന്നിരിക്കുന്നവർക്ക്, ബലമില്ലാത്തവർക്ക്, ഒറ്റപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളിലായിരിക്കുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് കൈമാറുകയാണ്. ആമേൻ. താങ്ങുന്ന കരം നിനക്ക് വേണ്ടിയുണ്ട്. വാത്സല്യ പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞേ, ആ കരത്തിലേക്ക് നീ ഒന്ന് സമർപ്പിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, നിന്നെ സഹായിപ്പാൻ ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. അവന്റെ കരത്തിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി ഇന്ന് രാത്രി സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ പക്കൽ പ്രാർത്ഥനയുടെ മറുപടിയുണ്ട്. എബ്രായ ലേഖനം 4:16 നമുക്ക് സുപരിചിതമാണത്. ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അരികിൽ അടുത്തു വരിക. നമുക്കൊക്കെ സുപരിചിതമായൊരു വാക്യമാണ്. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു നല്ല മഹാപുരോഹിതനായ യേശു കർത്താവ് ഉള്ളത് കൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അരികിലേക്ക് വരിക. പ്രൈസ് ദി ലോർഡ്. കൃപാസനത്തിന്റെ അരിക് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആ ദൈവ സന്നിധാനത്തിലേക്ക് ധൈര്യത്തോടെ ആരടുത്തു വരുമോ അവരെ സഹായിക്കുന്ന കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. സ്തോത്രം. 2 കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 1, കരുണ ലഭിക്കുന്നു. 2, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ. ഞാൻ വീണ്ടും അതിൻ്റെ ആംഗ്ലേയ തർജ്ജമയിലേക്ക് പോവുകയാണ്. ഗ്രേസ് ഇൻ ടൈം ഓഫ് നീഡ്. ആവശ്യം എന്താണോ അതിനനുസരിച്ച് കൃപ തരുന്ന ഒരു ദൈവമാണ്. ആത്മീക വിഷയം മാത്രമല്ല, ഭൗതിക വിഷയത്തിനായാലും, ആമേൻ, സാമ്പത്തിക വിഷയമായാലും, ആരോഗ്യത്തിന്റെ വിഷയമായാലും, ഏതിലാണ് നിനക്ക് കൃപ ആവശ്യമുള്ളത്, ഏതിലാണ് ദൈവത്തിന്റെ കരം അനുകൂലമായി വെളിപ്പെടേണ്ടത്, ഇന്നു രാത്രി ആമേൻ ആ കൃപാസനത്തിന്റെ അരികിലേക്ക് അടുത്തു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അവൻ നിന്നെ വെറും കൈയോടെ പറഞ്ഞയക്കത്തില്ല. അവൻ നിന്നെ മറക്കത്തില്ല. അവൻ നിന്നെ തിരസ്കരിക്കത്തില്ല. ലോകത്തുള്ളവർ നിന്നെ മറന്നു കളഞ്ഞാലും, ലോകത്തുള്ളവർ നിന്നെ തിരസ്കരിച്ചാലും, നിന്റെ അടുക്കലേക്ക് അടുത്തു വന്ന് കരുണ തോന്നി കൃപ തരുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നു? കരമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ കർത്തൃപാദപീഠത്തിൽ ആ ദൈവ സാന്നിധ്യത്തെ അടുത്തറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നടകൊള്ളുന്നത്
നമുക്കൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിയേക്കാൾ, നമ്മുടെ മുൻപിലിരിക്കുന്ന വ്യക്തിയേക്കാൾ, നമ്മുടെ പുറകിലിരിക്കുന്ന വ്യക്തിയേക്കാൾ ജീസസ് ഇസ് നിയർ യു. യേശു നമ്മുടെ അടുക്കലുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്തുകൊണ്ട്? പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം പറയുന്നു, 2-3 പേർ യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുമോ അവിടെ മധ്യത്തിൽ യേശു കർത്താവുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയോടെ ആമേൻ ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നെങ്കിൽ സ്തോത്രം, അവൻ നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. അവൻ നമ്മോട് സംസാരിക്കുന്ന കർത്താവാണ്. അവൻ്റെ ശബ്ദം കേട്ട് അവന് വേണ്ടി ജീവിപ്പാൻ ഇന്ന് രാത്രി എത്ര പേർ ഏൽപ്പിക്കും? എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക മാത്രമല്ല, ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ കേൾക്കുന്ന അനേകരെ ഞാൻ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിങ്കിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ആ കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മെ താങ്ങുന്ന ആ കരത്തിലേക്ക് ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അവൻ നമ്മെ വഹിച്ച് സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ജയത്തോടെ നടത്തുവാൻ ഇന്ന് രാത്രി മതിയായവനാണ്. വേഗത്തിൽ ഞാൻ ഒരു ദൈവവചനത്തിലേക്കാണ് ചിന്തയെത്തിരിക്കുന്നത്. അതിനാധാരമായി യൂദായുടെ പുസ്തകം 21 വാക്യം, 20-21 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യൂദായുടെ പുസ്തകം 20 വാക്യവും 21 വാക്യവും. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മിക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. മതി. ദൈവത്തിന് സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പ് PMB സഭയുടെ ഒരു കൊച്ച് ബൈബിൾ കോളേജിൽ ഈ ലേഖനം ഞാൻ പഠിപ്പിക്കുവാനിടയായി. മറ്റു പല കർത്തൃദാസന്മാരും പല ലേഖനങ്ങൾ പഠിപ്പിച്ചു, പല വിഷയങ്ങൾ പഠിപ്പിച്ചു. ആ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് അന്ന് പഠിച്ചതായ പ്രിയപ്പെട്ടവരും പഠിപ്പിച്ചവരായ ഞങ്ങളും ചേർന്നൊരു ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പഠിച്ചവരുടെ ഒരു ഫീഡ്ബാക്ക് അന്ന് ഞങ്ങൾ ആരാഞ്ഞപ്പോൾ അതിലൊരാള് ഇങ്ങനെ പറയുവാനിടയായി, ഈ ക്ലാസ്സുകളിൽ യൂദായുടെ ലേഖനം പഠിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. യൂദായുടെ ലേഖനം എഴുതിയത് മറ്റേ യൂദ അല്ലെന്ന്. എന്ന് പറഞ്ഞാൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയാണ് യൂദായുടെ ലേഖനം എഴുതിയതെന്നാണ് അദ്ദേഹം അതുവരെ ചിന്തിച്ചതെന്ന്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ കുറച്ചുകൂടെ ബൈബിൾ ജ്ഞാനമുള്ളവരായിരിക്കാം. എന്നായാലും ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പുള്ളികളും ഉണ്ട് നമ്മുടെ ഇടയിലെന്നുള്ളത് മറന്നുപോകരുത്. ഈ യൂദ ആ യൂദ അല്ല. ഈ യൂദ ആരാണ്? ദൈവവചനം പഠിച്ചാൽ യാക്കോബിന്റെ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പല യാക്കോബുമാരുണ്ട് വേദപുസ്തകത്തിൽ. എന്നാൽ ഈ പറയപ്പെട്ട യാക്കോബും യൂദായും യേശു ക്രിസ്തുവിന്റെ അർദ്ധ സഹോദരൻ. ദൈവസഭയിൽ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാനിടയായി തീർന്നു. യൂദ തൻ്റെ ലേഖനം ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമതായി, യേശുവിൻ്റെ
ഹാഫ് ബ്രദർ, സ്റ്റെപ്പ് ബ്രദർ. പക്ഷേ താൻ തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1-ാം വാക്യത്തിലുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാമോ? യേശുക്രിസ്തുവിന്റെ ദാസനും ആ. യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തെ മതി, ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ, യേശുവിന്റെ സഹോദരൻ വേണമെങ്കിൽ തനിക്ക് അഭിമാനിക്കാം, പറയാം, അതിലൊരു തെറ്റുമില്ല. പക്ഷേ ഈ മനുഷ്യന്റെ ചില നല്ല ഗുണങ്ങളിൽ ഏറ്റവും പ്രസക്തമായത് താൻ യേശുവിൻ്റെ സഹോദരനെന്ന് സ്വയം പ്രസ്താവിക്കുകയല്ല, താൻ പറയുന്നു ഞാൻ യേശുവിൻ്റെ ദാസനാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം യേശു ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുന്നതാണ്. സ്തോത്രം. അങ്ങനെ അനുഭവം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ പിൻപറ്റുക മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ ദാസനും ദാസിയുമായി കർത്താവിനെ സേവിപ്പാൻ നമ്മുടെ ജീവിതത്തിലിടയായി തീരണം. വീണ്ടെടുപ്പ് എന്നുള്ളൊരു പദം ഗ്രീക്ക് ഭാഷയിൽ വേദപുസ്തകത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിന് മലയാളത്തിൽ ഒറ്റ പദമാണെങ്കിലും ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന 3 പദങ്ങളാണ്: അഗ്രസോ, കോറഗ്രസോ, ലൂട്ടോൺ. ഈ 3 പദങ്ങളുടെ അർത്ഥം, അഗ്രസോ എന്ന പദത്തിന്റെ അർത്ഥം ഒരു അടിമയെ ചന്തയിൽ വിൽക്കുവാനായി കൊണ്ടുപോകുന്നു. ആ ചന്തയിലേക്ക് ഒരുവൻ കടന്നു വന്ന് ഈ അടിമയുടെ വില അന്വേഷിച്ച് അവന്റെ വില കൊടുത്ത് അവനെ വിലയ്ക്ക് വാങ്ങി ആ അടിമയുമായി ചന്തയ്ക്ക് പുറത്തേക്ക് വരുന്നു. അതാണ് കോറഗ്രസോ. എന്നാൽ ലൂട്ടോൺ എന്ന് പറയുന്ന 3-ാമത്തെ പദം നമ്മെ മനസ്സിലാക്കുന്നത്, ചന്തയ്ക്ക് പുറത്തു വന്ന ഈ പുതിയ യജമാനൻ ആ അടിമയോട് പറയുകയാണ്, ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങി, ഇനിയും നീ എൻ്റെ അടിമയാണ്. പക്ഷേ ഞാൻ നിന്നെ അടിമയായി വെച്ചിരിക്കുന്നില്ല, ഞാൻ നിന്നെ സ്വതന്ത്രനായി പറഞ്ഞയക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചതായ ഈ വ്യക്തി ആ യജമാനനിലുള്ള സ്നേഹം നിമിത്തം തന്നെ തന്നെ യജമാനന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പറയുകയാണെന്ന് ചിന്തിക്കുക, അങ്ങനെ വിലയ്ക്ക് വാങ്ങി എന്നെ സ്വതന്ത്രരാക്കിയെങ്കിലും ഞാൻ അങ്ങയുടെ മനഃപൂർവ്വമുള്ള അടിമയായി, വില്ലിംഗ് സ്ലേവായി ഞാൻ അങ്ങയെ സേവിപ്പാൻ, അങ്ങയെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആകത്തുകയെന്ന് എനിക്കിന്ന് പറയുവാൻ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാലാകാലങ്ങളിൽ യേശു തൻ്റെ വില കൊടുത്ത്, രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ അവൻ നമ്മെ അടിമകളാക്കിയല്ല, എന്നാൽ ആ യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പറയട്ടെ, കർത്താവേ, അങ്ങയുടെ വില്ലിംഗ് സ്ലേവായി, അങ്ങയുടെ മനഃപൂർവ്വമായി പിൻപറ്റുന്ന അടിമയായി അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെയുള്ളവരെയാണ് കർത്താവ് അന്വേഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യൂദ നമ്മോട് പറയുന്നു, യേശുവിൻ്റെ സഹോദരൻ എന്ന് അഭിമാനിക്കുകയല്ല, യേശുവിൻ്റെ ദാസനാണ്. രണ്ടാമതായി യൂദായുടെ ഒരു പ്രത്യേകത നാം ആ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നു, താൻ എഴുതുവാൻ തുടങ്ങിയതായ കാര്യം പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാനാണ്. എന്നാൽ പേനയും പേപ്പറും എടുത്ത് എഴുതി തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, സ്റ്റോപ്പ്, നീ അതല്ല എഴുതേണ്ടത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി നിയമിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാട്ടം കഴിക്കുന്ന കാര്യം നീ ഒന്ന് എഴുതണം. പ്രൈസ് ദി ലോർഡ്. ഉടനെ യൂദ തൻ്റെ അജണ്ട മാറ്റിവെച്ചിട്ട്, തൻ്റെ ഇഷ്ടം മാറ്റിവെച്ചിട്ട്, തൻ്റെ ആഗ്രഹം മാറ്റിവെച്ചിട്ട് പരിശുദ്ധാത്മാവ് എന്ത് കൽപ്പിച്ചുവോ അതനുസരിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അനുകരിക്കത്തക്ക രണ്ടാമത്തെ ഗുണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. കർത്താവിൻ്റെ വില്ലിംഗ് സ്ലേവ് ആയെങ്കിൽ,
ആമേൻ, സന്തോഷത്തോടെ അവനെ സേവിക്കുന്ന അടിമയായി തീരുവാൻ നമുക്കിടയായി തീർന്നെങ്കിൽ, അതിനായി യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായ ഹൃദയത്തിൽ സേവിച്ചെങ്കിൽ, ആമേൻ, ഏറ്റെടുത്തെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രോംപ്റ്റിങ്സ്, പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ, ഇന്നും ഒന്ന് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങളല്ല. യേശുവേ, അങ്ങ് എന്നോട് പറയുന്നു അതനുസരിപ്പാൻ, അത് നിവർത്തിപ്പാൻ എന്നെ ഇതാ കരത്തിൽ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി യൂദായുടെ ഒരു പ്രത്യേകത, യേശുവിന്റെ സ്വന്തം സഹോദരൻ ആയിരുന്നെങ്കിലും പരിശുദ്ധാത്മാവ് തനിക്ക് കൃപ നൽകിയത് ഒറ്റ ലേഖനം എഴുതാനാ. അതും ഒരധ്യായമുള്ള 25 വാക്യങ്ങളുള്ള ഒരു കൊച്ചു ലേഖനം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ മറ്റാരുടെയെങ്കിലും വാദമായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ, ഇന്നലെ വന്ന പൗലോസിന് കിട്ടി 14 ഈടുറ്റ ലേഖനം എഴുതാൻ. ഞാൻ സ്വന്തമാണെന്നാ പറയുന്നത്, ഞാൻ സഹോദരനാണെന്നാ പറയുന്നത്, പക്ഷെ എനിക്ക് തന്നത് ഈ ഒറ്റ അധ്യായമുള്ള ഈ ഒരു ലേഖനം. നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഇതുകൂടെ അവനങ്ങ് കൊടുത്തേരെ, വലിയ കാര്യമായിട്ട് എനിക്ക് തന്നതാ, എനിക്ക് വേണ്ട, ഇതുകൂടെ അവനങ്ങ് കൊടുത്തേരെ, അല്ലേ? സ്തോത്രം. പക്ഷേ ഏൽപ്പിച്ചതിൽ താൻ വിശ്വസ്തനായിരുന്നു. കൂടുതലൊന്നും എഴുതിയില്ലെങ്കിലും എഴുതിയത്, സ്തോത്രം, അനേകർക്ക് ഇന്നും പ്രയോജനമായി നിൽക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് മുന്നോട്ട് പോകാം. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവം ഏൽപ്പിക്കുന്നതിൽ വിശ്വസ്തത പാലിക്കുവാൻ ദൈവം തൻ്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തോടുള്ള ബന്ധത്തിൽ ആമേൻ വിശ്വസ്തരായിരിക്കാൻ, വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്കിന്ന് ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങ് എന്ത് കൽപ്പിക്കുന്നുവോ അത് ചെയ്യുവാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേരിന്ന് ദൈവത്തോട് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കും? അങ്ങനെയുള്ളവരെ അനുഗ്രഹിപ്പാൻ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് മുന്നോട്ട് പോകാം. ഈ ലേഖനം ആരംഭിക്കുമ്പോൾ നമുക്കതിന്റെ 1-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ട്. യേശുക്രിസ്തുവിന്റെ ദാസനും ആ. യാക്കോബിന്റെ സഹോദരനുമായ യൂദ, ആ. പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് ദൈവത്തിന്റെ ജനത്തിന് ദൈവം നൽകിയിരിക്കുന്ന 3 അനുഗ്രഹങ്ങൾ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജനവാക്യങ്ങൾ അവസാനം പറഞ്ഞതിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നു, വിളിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവം നമ്മെ വിളിച്ചു, ആ വിളി കേട്ടു, ദൈവത്തെ അനുസരിക്കാൻ ഞാൻ ഇറങ്ങിത്തിരിച്ചുവെന്ന് ബോധ്യമുണ്ടെങ്കിൽ കരമൊന്നുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ ചിലപ്പോഴൊക്കെ പലയിടത്തും പറയുന്ന ഒരനുഭവമുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഞങ്ങളുടെ തിരുവനന്തപുരത്തുള്ള സഭയിൽ ഒരു കല്യാണമുണ്ടായി. ആ കല്യാണത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ഒരു വീട്ടിൽ ഞാൻ അതിനുശേഷം കടന്നുപോയി. നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആ കല്യാണത്തിന്റെ കാര്യവും പരാമർശിച്ചു. അപ്പം ഭയങ്കര ആവേശത്തോടെ ആ വീട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ആ കല്യാണത്തിന് പോയിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും താല്പര്യത്തോടെ പറയാനുള്ള കാരണം എന്താ? ഉടനെ അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ആ വീട്ടിലെ അപ്പനും അമ്മയും കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനും കൂടാണ് ഇവിടെ വന്ന് വിളിച്ചത്. പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം. അപ്പനും അമ്മയും കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനും കൂടെ ഇവിടെ വന്ന് വിളിച്ചു. പിന്നെ ഇനി അതിനപ്പുറം ഒരു വിളിയില്ല. സ്തോത്രം. ഞാനിത് പറയാനുള്ള കാരണം, ഇതുപോലെ ദൈവം നമ്മളെ വിളിച്ചത് കേട്ടോ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? സ്തോത്രം. നമ്മള് ആമേൻ ഒഴുക്കൽ മട്ടിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ വിളിച്ചു എന്ന് പറയാറുണ്ടെങ്കിലും പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട് വിളിക്കപ്പെട്ട വൃതന്മാർക്ക് ഞാൻ ഈ ലേഖനം എഴുതുകയാണ്. ശ്രദ്ധിച്ചോ? സ്തോത്രം.
അപ്പോൾ വിളിച്ചത് പിതാവായ ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ വിളി കേട്ട് തിരസ്കരിക്കാതെ, ആ വിളി കേട്ട് തിരിഞ്ഞു നിൽക്കാതെ, പാരമ്പര്യങ്ങളിൽ ആമേൻ ആമേൻ സ്തോത്രം, മാനുഷികമായ പ്രമാണങ്ങളിൽ ആമേൻ ആമേൻ മുഴുകിപ്പോകാതെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ അങ്ങനെ വിളിച്ചെങ്കിൽ ആമേൻ പിതാവായ ദൈവം പുത്രനാം ദൈവം പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഞങ്ങളെ വിളിച്ചെങ്കിൽ ആ വിളിയുടെ മുൻപിൽ ആമേൻ അങ്ങേ അനുസരിപ്പാൻ, അങ്ങയുടെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിളി കേൾക്കുക മാത്രമല്ല, വിളിയുടെ മുൻപിൽ സമർപ്പിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു വിളിക്കപ്പെട്ടവർ, 2 സ്നേഹിക്കപ്പെട്ടവർ, 3 സൂക്ഷിക്കപ്പെടുന്നവരാണ്. എത്ര സന്തോഷകരമായ ഒരു അനുഭവം. ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ അവൻ നമ്മെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിൽ പലരും നമ്മെ മറന്നു വരാം, പലരും നമ്മെ സ്നേഹിക്കാതിരുന്നെന്ന് വരാം. സ്തോത്രം. ആരെന്നെ സ്നേഹിക്കുമെന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ഇന്ന് രാത്രി ഞാൻ ശക്തമായി വ്യക്തമായി ദൂത് കൈമാറിക്കൊണ്ട് പറയുന്നു, ആരും സ്നേഹിക്കാനില്ലെങ്കിലും, ആരും നിന്നെ ആമേൻ ആമേൻ അടുപ്പിച്ചു കൊണ്ടുവന്നില്ലെങ്കിലും, ആരൊക്കെ നിന്നെ മറന്നു കളഞ്ഞാലും, ആരൊക്കെ നിന്നെ തിരസ്കരിച്ചാലും, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരായിരിക്കാൻ ആഗ്രഹമുണ്ടോ? ആ വിളി കേട്ട് പറ, അപ്പാ അങ്ങയുടെ വിളിയുടെ മുൻപിൽ ഇതാ എന്നെ സമർപ്പിക്കുന്നുവെന്ന് ആര് കാലാകാലങ്ങൾ പറഞ്ഞുവോ, അവരെ സ്നേഹിക്കുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹിക്കപ്പെട്ടവർ. 3 യേശു ക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വിളിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞപ്പോൾ 3 വിധത്തിലാണ് ആ വാക്ക്. മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കലൈൻ എന്നുള്ളൊരു വാക്കാണ്. കലൈൻ എന്ന വാക്കിന് 3 അർത്ഥങ്ങൾ ആ കാലഘട്ടത്തിലുണ്ട്. ഒന്നാമതായി ആ വാക്ക് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിനു വേണ്ടി ആമേൻ കൂട്ടായ്മ ആചരിക്കുവാൻ വിളിക്കപ്പെടുന്നു. കോൾഡ് ടു ഫെലോഷിപ്പ്. കൂട്ടായ്മ ആചരിപ്പാനായി വിളിക്കപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ് കലൈൻ. രണ്ടാമതായി കലൈൻ ഉപയോഗിക്കുന്നത്, ഒരാളെ വേലയ്ക്ക് നിർത്താൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അക്കാലത്ത് ഉപയോഗിക്കുന്ന ഒരു പദമാണ് കലൈൻ, കോൾ ടു വർക്ക്. മൂന്നാമതായി കലൈൻ എന്ന വാക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോൾഡ് ടു ടെസ്റ്റിഫൈ ഇൻ കോർട്ട്. കോടതിയിൽ സാക്ഷി പറയുവാനായി, നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു വാക്കാ സമൻസ്. വിളിക്കപ്പെടുമ്പോൾ ഈ പദം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, കാലാകാലങ്ങൾ യേശു ക്രിസ്തുവിന്റെ വിളിയുടെ ശബ്ദം കേട്ടെങ്കിൽ 3 ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഉദ്ദേശം? 1, കൂട്ടായ്മയെ ആചരിപ്പാനായി വിളിച്ചു. ആരോട്? ജീവനുള്ള ദൈവത്തോട്, സർവശക്തിയുള്ള ദൈവത്തോട്, സ്നേഹവാനായ ദൈവത്തോട് കൂട്ടായ്മയെ ആചരിപ്പാൻ നമ്മെ വിളിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ, വിശുദ്ധിയിലൂടെ, ദൈവകൃപയിലൂടെ ദൈവത്തിന് കൂട്ടായ്മയെ ആചരിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. 2, ഈ വിളിക്കകത്തുള്ള രണ്ടാമത്തെ ഉദ്ദേശം കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനും കൂടെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനത് വിശദീകരിക്കുന്നില്ല. വേദപുസ്തകം ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, സേവ്ഡ് ടു സെർവ്. രക്ഷിച്ചത് എന്തിനാണെന്നറിയാമോ? സ്തോത്രം, സേവിക്കുവാൻ വേണ്ടിയാണ്. അതാണ് ദൈവവചനത്തിൽ നാം കാണുന്നത്. ഒരു വാക്യം മാത്രം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 73-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 73-ാം വാക്യം. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ. മതി. ദൈവത്തിന് സ്തോത്രം. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ശേഷം തിരുമുമ്പിൽ നീതിയിലും വിശുദ്ധിയിലും തന്നെ
മലയാളത്തിൽ വായിച്ചു ആരാധിക്കാൻ, എന്നാൽ ഇംഗ്ലീഷിലും മൂലവാക്കിൽ കൊടുത്തിരിക്കുന്നത് സേവ് എന്നുള്ള വാക്കാണ്. അപ്പോൾ സേവിക്കാൻ വിളിക്കപ്പെട്ടത് ആരാണ്? ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ. ഏതാണ് ഈ ശത്രുക്കൾ? മാനവരാശിയെ കൊടുക്കുന്നതായ ശത്രു. ഒന്നാമത്തെ ശത്രു പാപമാണ്. വേദപുസ്തകം പറയുന്നു ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പാപം ചെയ്തവനും 100 പാപം ചെയ്തവനും വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ കണ്ണിൻ മുമ്പിൽ പാപിയാണ്. സ്തോത്രം. ചെറിയ പാപം ചെയ്തവനും വലിയ പാപം ചെയ്തവനും വേദപുസ്തക ഭാഷയിൽ പാപിയായിരിക്കുമ്പോൾ, മാനവരാശിയുടെ പാപത്തിൽ നിന്ന് വിടുവിപ്പാനായി കാലസമ്പൂർണതയിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചു. ആമേൻ. തന്റെ ജീവനെ ദാനമായി നൽകിക്കൊണ്ട് ഒരു അകൃത്യയാഗമായി തീർന്ന് കർത്താവായ യേശു ക്രിസ്തു മാനവരാശിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, ആ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആരേറ്റു പറയും, കർത്താവേ അവിടുത്തെ രക്തത്താൽ കഴുകണമേ, അങ്ങയുടെ കാൽവറി യാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് എന്നെ കഴുകി വെടിപ്പാക്കി, അങ്ങയെ സ്നേഹിപ്പാൻ എനിക്ക് കൃപ നൽകണമെന്ന് തീരുമാനിക്കുമെങ്കിൽ അങ്ങനെയുള്ളവർ ദൈവമകനും ദൈവമകളുമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോഴൊക്കെ ഇതുപോലെയുള്ള കൺവെൻഷനുകളിൽ ചിലയിടത്തൊക്കെ ഓർപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1972 മാവേലിക്കരയിലുള്ള ഒരു യാഥാസ്ഥിക ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്ന് കൃപയാൽ യേശു ക്രിസ്തുവിന്റെ വചനം കേട്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഇറങ്ങിത്തിരിപ്പാൻ ദൈവം ഞങ്ങൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എനിക്ക്, ഞങ്ങൾക്കൊക്കെ കൃപ നൽകി. പ്രൈസ് ദി ലോർഡ്. ആ സാഹചര്യത്തിൽ സ്തോത്രം, പലരും ആമേൻ പരിഹസിക്കുന്നതായ അനുഭവങ്ങൾ ഉണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയപ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഇന്നും പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം ഞങ്ങൾ ചെയ്തു. കർത്താവിനെ അനുസരിക്കുന്നതാണ് മനുഷ്യരെ അനുസരിക്കുന്നതിനേക്കാൾ, സ്തോത്രം, ആമേൻ ബന്ധുക്കൾ, ചാർച്ചകൾ ഇവരേക്കാൾ കർത്താവിനെ അനുസരിപ്പാൻ ആമേൻ സമർപ്പിച്ചത് കൊണ്ട് കർത്താവിനൂടെ ആ രക്ഷ പ്രാപിച്ച് കർത്താവിനെ സേവിപ്പാൻ, പിൻപറ്റുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു അനുഭവം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചില ദൈവമക്കളെങ്കിലും അത് കേട്ട് കാണുമായിരിക്കും. ഞങ്ങൾ വിശ്വാസത്തിലോട്ട് വന്ന ആദ്യ സമയം മാവേലിക്കരയിലൂടെ ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു. ആ ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടു. കൂടി വന്നവരെല്ലാം ആത്മാവിൽ നിറഞ്ഞ് നൃത്തം ചെയ്യുവാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ എൻ്റെ വാത്സല്യ പിതാവ്, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, അദ്ദേഹം PWDയുടെ ചീഫ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത് പിന്നെ കുറേ കാലം കർത്താവിൻ്റെ വേലയിലായിരുന്നു. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അന്ന് ചീഫ് എഞ്ചിനീയർ ആയിട്ടില്ല ഞാൻ ഈ പറയുന്ന സംഭവം നടക്കുമ്പോൾ. അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യുവാൻ തുടങ്ങി. അപ്പം എൻ്റെ വല്യപ്പച്ചൻ, എൻ്റെ പിതാവിൻ്റെ പിതാവ്, ഇതൊന്നും വലിയ താല്പര്യമില്ലാതെ വെളിയിൽ തിണ്ണയിൽ തൻ്റെ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ വളരെ അതൃപ്തിയോടെ ഇതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. വളരെ ആത്മാവിൻ്റെ ഒരു സാന്നിധ്യമുണ്ടായി. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിച്ചു, ആത്മാവിൽ നൃത്തം ചെയ്തു. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ, യോഗം കഴിഞ്ഞ് ഞങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ, എൻ്റെ അപ്പച്ചൻ എൻ്റെ പിതാവിനോട് വളരെ പുച്ഛത്തോട് നോക്കിയിട്ട് പറഞ്ഞു, എന്നാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പേര് ബേബിക്കുട്ടി എന്ന, ഒഫീഷ്യൽ നെയിം KC അലക്സാണ്ടർ എന്നാണ്. പുച്ഛത്തോട് നോക്കിയിട്ട് പറഞ്ഞു, എങ്കിലും എടാ ബേബിക്കുട്ടി നീ ആടിപ്പോയല്ലോ. പറയാൻ കാരണം, ആ കാലത്ത് എഞ്ചിനീയറിംഗ് പാസ്സായവർ കുറവാണ്. അതും കഴിഞ്ഞ് UK പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ എടുത്ത് MI സ്ട്രക്ടി എന്ന് പറയുന്ന ഒരു ബിരുദം ലോകത്തിൽ UK മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലുള്ളവരിൽ 5-6 പേരെ അന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ ബിരുദാനന്തര ബിരുദവും പരിചയവും ആമേൻ എക്സ്പീരിയൻസും ഉള്ള ഒരാള്
ഇങ്ങനൊന്നും കിടന്ന് ബഹളം ഉണ്ടാക്കത്തില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. സ്തോത്രം. എന്നാൽ എൻ്റെ പിതാവ് പറഞ്ഞ മറുപടി എനിക്ക് അതിലും സന്തോഷം. അദ്ദേഹം പറഞ്ഞു, അച്ചായ, ഞാൻ പ്രാപിച്ച ശക്തി അച്ചായൻ പ്രാപിച്ചാൽ ഞാൻ ചാടിയതിലും കൂടുതൽ അച്ചായൻ ചാടും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമൊന്ന് ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത്, നീ ചാടിയില്ലെങ്കിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്നെ ചാടിക്കും. സന്തോഷമുണ്ടോ? നമുക്ക് ഈ ദിവസങ്ങളിൽ ആ ദൈവശക്തിയിലേക്കൊന്ന് മടങ്ങിപ്പോകുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, ആ ശക്തി, ആമേൻ, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന്, ആമേൻ, എനിക്കൊന്ന് മനസ്സിലാക്കുവാൻ, അതിലേക്കൊന്ന് മടങ്ങിപ്പോകുവാൻ ഈ ദിവസങ്ങൾ കൃപ നൽകണമെന്ന് എത്ര പേര് ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? നിന്നെ ശക്തീകരിക്കുവാൻ അവൻ മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവശക്തി വ്യാപരിക്കുന്നിടത്ത് രോഗശാന്തി സംഭവിക്കുകയാണ്. ആ ദൈവശക്തി വ്യാപരിക്കുന്നിടത്ത് അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ആ ദൈവശക്തി വ്യാപരിക്കുന്നിടത്ത് അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ സ്തോത്രം ചെയ്ത് പറയാമോ? കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു. ആ അത്യന്ത ശക്തി ഈ ദിവസങ്ങളിൽ എന്റെ മേലൊന്ന് പകരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനായി അവൻ നമ്മെ വിളിച്ചു. കോൾ ടു ഫെലോഷിപ്പ് 1. 2, കോൾ ടു വർക്ക്. 3, കോൾ ടു ടെസ്റ്റിഫൈ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി വിളിച്ചത് എന്തിനാ? സാക്ഷ്യം പറയാനാ. പ്രൈസ് ദി ലോർഡ്. എന്താ സാക്ഷ്യം പറയേണ്ടത്? എൻ്റെ ജീവിതത്തിൽ, ആമേൻ, യേശു വന്നത് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേശവ് ഭട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആര്യ സമാജക്കാരനായിരുന്നു. അദ്ദേഹം യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചപ്പോൾ തൻ്റെ ഉള്ളിൽ യേശു വന്നതിൽ തനിക്കൊരു സന്തോഷമുണ്ടായി. ആ സന്തോഷത്തിൽ താൻ പാടിയ പാട്ടാണ്, എഴുതിയ പാട്ടാണ്, യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ, യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. താൻ വീണ്ടും പാടി, എന്തു മോദം വന്നു എന്നിൽ. എത്ര പേർക്ക് ഇന്ന് രാത്രി അതിനോട് ചേർന്ന് രാമേൻ പറയുവാൻ കഴിയും? സ്തോത്രം. യഥാർത്ഥ മാറ്റം വന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പറയാം, കർത്താവേ, ഒരിക്കൽ മാറ്റം വന്നു, എന്നാൽ പിന്നെയും അത്, ആമേൻ, മാറിപ്പോയെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ മാറ്റത്തിലേക്ക് യേശുവിന്റെ ഉള്ളത്തിൽ വന്നെങ്കിൽ ആ മാറ്റം എന്നിൽ ഒന്ന് വെളിപ്പെട്ട് ലോകത്തോടൊന്ന് വെളിപ്പെടുത്തുവാൻ, ആമേൻ, അനേകർക്ക് ഒന്ന് വെളിപ്പെടുത്തുവാൻ എനിക്കൊരു കൃപ നൽകണമെന്ന് എത്ര പേര് ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ആ സന്തോഷം ഏറ്റെടുത്തുകൊണ്ട്, ആ ആനന്ദമകത്ത് നിറഞ്ഞുകൊണ്ട് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ പിൻപറ്റുവാൻ, കർത്താവിനെ സേവിപ്പാൻ നമ്മുടെ ജീവിതത്തിനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരുന്നു. ദൈവത്തെ പിൻപറ്റുവാനായി ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് ലഭിക്കുന്ന 3 അനുഗ്രഹങ്ങൾ. ദൈവം അവരെ വിളിച്ചു. 2, സ്തോത്രം, ദൈവം അവരെ സ്നേഹിക്കുന്നു. 3, യേശു ക്രിസ്തു അവരെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന്, ആമേൻ, ഏതെങ്കിലും അനുഭവത്തിൽ, ആമേൻ, പ്രതികൂലങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ നടുവിൽ ഞാൻ തകർന്നു പോകുമോ? ഇതിൻ്റെ നടുവിൽ ഞാൻ നിൽക്കുവാൻ കഴിയുമോ? എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക എന്തായി തീരും? ആമേൻ, ആമേൻ, തകർന്നു പോകുമോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ഈ പന്തലിൽ നിന്ന് കേൾക്കുന്നെങ്കിൽ അവരോട് ഞങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ ഈ ദൂത് കൈമാറുകയാണ്. നിന്നെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ്, അവൻ ഇന്നും ജീവിക്കുന്നവനാണെങ്കിൽ, അവൻ ഇന്നും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണെങ്കിൽ ഈ രാത്രി, ആമേൻ, സന്തോഷത്തോടെ അവന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ അടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്തുകൊണ്ട് പറയാമോ? യേശു ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, യേശു ഇന്ന് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ തകർന്നു പോകുകയില്ല, ഞാൻ തളർന്നു പോകുകയില്ല, ഞാൻ ജയത്തോടെ മുന്നോട്ട് പോകുമെന്ന് സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ഞങ്ങളുടെ മേലൊന്ന് വ്യാപരിക്കട്ടെ, ദൈവകൃപ ഞങ്ങളുടെ മേലൊന്ന് വ്യാപരിക്കട്ടെ, ഭയം മാറട്ടെ. Oh, we thank you, Jesus. Hallelujah. Praise the Lord.
ഞാൻ വേഗത്തിൽ വായിച്ച കുറിവാക്യത്തിലേക്ക് കടന്നു വരട്ടെ. നാം വായിച്ച 20, 21 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. ഒന്നുകൂടെ വായിച്ചാട്ട് മോളെ. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ. സ്തോത്രം. അതിനു മുമ്പേ അവർ എന്ന് പറഞ്ഞ് വേറെ ഒരു കൂട്ടരെ അപ്പോസ്തലനായ യൂദ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിന്റെ മുകളത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാമോ? 19-ാം വാക്യം. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ. മതി, നിൽക്കട്ടെ. അവർ വേറൊരു കൂട്ടരെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു, അവർ ഇങ്ങനെയുള്ളവരാണ്. എങ്ങനെയുള്ളവർ? ഒന്ന്, ഭിന്നതയുണ്ടാക്കുന്നവർ. രണ്ട്, അവർ പ്രാകൃതന്മാർ. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ മാൻ. നമ്മൾ പറയാറില്ലേ, പച്ച മനുഷ്യൻ. എന്ത് തോന്നുമോ അത് ചെയ്യും. ലോകത്തിൻ്റെതായ വഴികളിൽ ആമേൻ ജീവിക്കുന്നതായ ഒരു അനുഭവം. അപ്പൊ ഒന്ന്, ഭിന്നതയുണ്ടാക്കുന്നവർ. രണ്ട്, പ്രാകൃതന്മാർ. മൂന്ന്, ആത്മാവില്ലാത്തവർ. നാല്, സ്തോത്രം. അപ്പോൾ ഇങ്ങനെയുള്ളതായ കൂട്ടരെയാണ് അവരെന്ന് പറഞ്ഞ് മറ്റൊരു കൂട്ടത്തെ യൂദ അപ്പോസ്തലൻ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് രാത്രി ഓർക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് അവരുടെ കൂട്ടത്തിലല്ല, ദൈവത്തിന് പ്രിയരായി, ദൈവത്തിന് വിലയേറിയവരായി, ദൈവത്തിന്റെ വകയായി, ആമേൻ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹത്തിലേക്ക് നാം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആ യേശുവിന്റെ സ്നേഹം നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിനായി ജീവിപ്പാൻ നമുക്കിടയായി തീരണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തലനായ യോഹന്നാൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത്, സ്തോത്രം, യേശു ഏറ്റവും അധികം സ്നേഹിക്കുന്ന ശിഷ്യനാണ് താനെന്ന്. അപ്പോൾ തന്നെ യോഹന്നാൻ പറയുന്നു, ശിഷ്യന്മാരിൽ വെച്ച് താൻ ഏറ്റവും അധികം യേശുവിനെ സ്നേഹിക്കുന്നവനാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, യേശു സ്നേഹിക്കുന്ന ശിഷ്യനായ യോഹന്നാൻ. നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ യേശുവിൻ്റെ സ്നേഹം നമ്മിലേക്കൊന്ന് ഏറ്റെടുക്കുവാൻ നമ്മിൽ എത്ര പേർക്ക് ഇന്ന് താല്പര്യമുണ്ട്? സ്തോത്രം. അതിനെന്ത് ചെയ്യണം? ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്ന ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവസ്നേഹത്തിലേക്ക് നാം ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം, ഭിന്നതയുണ്ടാക്കുന്നവരല്ല, സ്തോത്രം, ആമേൻ, സമാധാനമുണ്ടാക്കുന്നവനായിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പ്രാകൃതരല്ല, ആത്മീക മനുഷ്യരായിരിക്കാൻ അവിടുന്ന് എനിക്ക് കൃപ നൽകണമേ. ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തെ സേവിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ എന്ന് ആര് പ്രാർത്ഥിക്കും? അങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ചൂണ്ടിക്കാണിച്ചിട്ട്, അവരുടെ പ്രത്യേകത പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൽ യൂദ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ അവരെ പോലെയല്ല, നിങ്ങൾ ആരാ? പ്രിയമുള്ളവരെ. വായിച്ചാട്ട്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മിക വർധന വരുത്തിയും. നിക്കട്ടെ മോളെ. അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ അതിവിശുദ്ധ വിശ്വാസം? വേദപുസ്തകം പഠിച്ചാൽ രണ്ട് തരത്തിലുള്ള വിശ്വാസമുണ്ട്. ഒന്ന് സബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്ന് നമുക്ക് പറയാം, മറ്റൊന്ന് ഒബ്ജക്റ്റീവ് ഫെയ്ത്ത്. എന്താണ് ഈ സബ്ജക്റ്റീവ് ഫെയ്ത്ത്? സബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വ്യക്തിപരമായ അന്തർമുഖമായ വിശ്വാസം. ഒബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ വിശ്വാസം. അടിസ്ഥാനപരമായ വിശ്വാസമാണ് ദൈവവചനം എന്ന് നമുക്ക് മനസ്സിലാകുന്നു. നാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവവചനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ആ ഉദാഹരണം പലയിടത്തും പറയാറുണ്ട്. രണ്ടുപേര് വീട് പണിതു. ഒരുത്തൻ ഉപരിതലത്തിലെ മണ്ണ് മാറ്റി അതിൽ അടിസ്ഥാനപ്പെടുത്തി വീട് പണിതു. അതുകൊണ്ട് പെട്ടെന്ന് ആ വീട് പണി അങ്ങ് തീർന്നു. നല്ല ചായയൊക്കെ അടിച്ചു. തീർന്നു വന്നപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. എന്നാൽ വേറെ ഒരുത്തൻ പണി തുടങ്ങി. അവൻ കുഴിച്ച് പാറ വരെ പോയി. പാറയിൽ അടിസ്ഥാനമിട്ട് വീട് പണിതു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പണിയും പൂർത്തിയായി. ഇവിടെ ഇരിക്കുന്ന ദേവദാസന്മാരിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാം, ഞാനൊരു ആർക്കിടെക്റ്റും കൂടെയാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ തമാശയായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഡിസൈൻ ചെയ്ത 2 വീടുമാണെങ്കിൽ തീർന്നു വന്നപ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. ഒരേ ചായം അടിച്ചു, ഒരേ നിറം അടിച്ചു, ഒരേ ഡിസൈനും ഒരേ എസ്തെറ്റിക്സും ഒക്കെയാ. പ്രൈസ് ദി ലോർഡ്. പലരും ചോദിച്ചു കാണും, ഇത് തമ്മിൽ ഇത്രയും സമയം എടുക്കേണ്ട കാര്യമുണ്ടോ? എന്താ വ്യത്യാസം? ഹല്ലേലൂയ. അന്നേരം ഒന്നും വീട് പണിതവർക്ക് ആർക്കും അതിന്റെ വ്യത്യാസം അറിഞ്ഞില്ല. പക്ഷേ ചില ദിവസം കഴിഞ്ഞപ്പോൾ വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, 2 വീടിന്മേലും അലച്ചു. പ്രൈസ് ദി ലോർഡ്. എന്ത് സംഭവിച്ചു? മണലിന്മേൽ അടിസ്ഥാനപ്പെട്ടത് തകർന്ന് തരിപ്പണമായി വീണു പോയപ്പോൾ പാറമേൽ അടിസ്ഥാനപ്പെട്ടത് നിലനിൽക്കുവാനിടയായി തീർന്നു. എന്നിട്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ ഈ വചനങ്ങളെ കേട്ടു പ്രമാണിക്കുന്നവൻ ഇതുപോലെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. അവന്റെ വീട് തകർന്നു പോകത്തില്ല. അവൻ പണിതത് അവൻ തരിപ്പണമായി പോകത്തില്ല. എന്തുകൊണ്ട്? അവൻ പാറമേൽ അടിസ്ഥാനപ്പെട്ടതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വചനത്തിന്മേൽ അടിസ്ഥാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഞാൻ ആരെയും വിമർശിക്കുകയല്ല കേട്ടോ. ഞങ്ങളൊക്കെ പണ്ട് പള്ളിയിലായിരുന്ന കാലത്ത് പാടുന്നൊരു പാട്ടുണ്ട്, സ്തോത്രം സ്തോത്രം അതായിരമായിരമായി കർത്താവേ ഞങ്ങൾ നിനക്ക് അർപ്പിക്കുന്നു. അപ്പൊ സ്തോത്രം എത്രയാണ് അർപ്പിക്കുന്നത്? 1000 ഗുണം 1000 സ്തോത്രം. എന്നാൽ ചില്ലറയായി സ്തോത്രവും ഹല്ലേലൂയയും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കഴുത്തെ പിടിച്ച് പുറത്താക്കി പെന്തക്കോസ്തുകാരനായിട്ട് തള്ളും. സ്തോത്രം. ഇന്ന് അതൊക്കെ ഒത്തിരി മാറിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വരുന്ന കാലഘട്ടത്തിൽ അതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 1000 ഞങ്ങൾ നിനക്ക് അർപ്പിക്കുന്നു എന്ന് പറയുന്നെങ്കിലും ചില്ലറയായി സ്തോത്രവും ഹല്ലേലൂയയും പറഞ്ഞാൽ അത് പലർക്കും പിടിക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ വചനം പറയുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. അടുത്തത്, എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. നന്മ ലഭിച്ചെങ്കിൽ, ദൈവത്തിന്റെ കരം ചലിച്ചെങ്കിൽ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടെങ്കിൽ, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നിന്നെ മാനിച്ചെങ്കിൽ, നിന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയുവാൻ എത്ര പേർക്ക് തയ്യാറാകും? അവൻ ദൈവത്തെ ആരാധിക്കുവാൻ എത്ര പേർ തയ്യാറാകും? അങ്ങനെയുള്ളവരെ സ്വർഗത്തിന് ദൈവം അന്വേഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശമരിയക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞു, God is a spirit. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്നും, ഇങ്ങനെയുള്ളവരെ, അതിന്റെ ഇംഗ്ലീഷ് ഇങ്ങനെ, and the Father seeketh such. പിതാവായ ദൈവം അന്വേഷിക്കുന്ന ആരാധകരാരാന്നറിയാമോ? ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഇന്നെന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ആരാധനയിൽ നിലനിൽക്കുവാൻ ദൈവം നിനക്ക് കൃപ തന്നെങ്കിൽ, ആ സത്യത്തിന്റെ ആരാധനയിലേക്ക്, ആത്മാവിന്റെ ആരാധനയിലേക്ക് ഒന്ന് മടങ്ങിപ്പോകണം. എന്താണെന്നറിയാമോ? പിതാവായ ദൈവം ഇങ്ങനെയുള്ള ആരാധന അന്വേഷിക്കുന്നു. അവരുടെ ആരാധനയിൽ ദൈവം സാധിക്കുന്നെങ്കിൽ, I want to be part of that
ഗ്രൂപ്പ്, ആ കൂട്ടത്തിൽ ഞാനും അംഗമായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് എത്ര പേർക്ക് ഇന്ന് തീരുമാനമുണ്ട്? കരങ്ങളൊന്ന് ഉയർത്തി പറ, കർത്താവേ, അതിനായി എനിക്ക് കൃപ നൽകണം, അതിനായി എന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്കെല്ലാം ഒരു നിമിഷം ദൈവത്തോട് പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവർ. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചു വന്നത്, സ്തോത്രം, ഒന്ന് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടണം. ആ അടിസ്ഥാനത്തിലാണ് നമ്മിൽ ഒരു വിശ്വാസം ഉളവാകുന്നത്. സ്തോത്രം. അതാണ് സബ്ജക്റ്റീവ് ഫെയ്ത്ത്. വ്യക്തിപരമായ അന്തർമുഖമായ ഒരു വിശ്വാസം നമ്മിൽ ഉണ്ടാകണം. അതിന് ദൈവവചനമാകുന്ന ഈ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് അണുപോലും മാറരുത്. അതെന്ത് പറഞ്ഞിരിക്കുന്നു അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട്, പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ദൈവവചനത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവചനത്തോട് കൂട്ടരുത്, കുറയ്ക്കുകയും അരുത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നമ്മുടെ അകത്ത് ദൈവം തരുന്ന വിശ്വാസമാണ് വർദ്ധിച്ചു വരുന്നത്. എങ്ങനെയുള്ള വിശ്വാസമാണ്? ദൈവം പ്രസാദിക്കുന്ന വിശ്വാസം. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്താണ് വിശ്വാസം? അടുത്ത വാക്യം കുഞ്ഞെന്ന് വായിച്ചേ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പൊ രണ്ട് കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ജീവനുള്ളൊരു ദൈവമുണ്ട്, സർവശക്തനായൊരു ദൈവമുണ്ട്, സകലത്തിനും മതിയായവനായ ദൈവമുണ്ട്, വിശുദ്ധിയിൽ ഭയങ്കരനായൊരു ദൈവമുണ്ട്. ആ വിശ്വാസം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. സ്തോത്രം. രണ്ട്, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുക, അല്ലെങ്കിൽ മറുപടി നൽകുന്നവനാണ് എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞു, ആമേൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. ധൈര്യത്തോടെ യേശുവിൻ്റെ നാമത്തിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇന്നും മറുപടി തരുന്ന ദൈവമാണ്. അവൻ പ്രാർത്ഥനയ്ക്ക് മറികടന്നു പോകുന്ന ദൈവമല്ല, പ്രാർത്ഥനയെ തള്ളിക്കളയുന്നവനല്ല. അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറികടന്നു പോകാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനെന്ന് തിരുവചനത്തിലൂടെ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിന് മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം പറയുന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. എന്താണ് ആ വിശ്വാസം? നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 3 തരത്തിലുള്ള വിശ്വാസം നമുക്കവിടെ കാണാം. ഒന്നാമതായി നാം കാണുന്നത് 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. 2, 19-ാം വാക്യം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. 22-ാം വാക്യം. അവന്റെ പ്രവൃത്തിയോട് കൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. 3 വിശ്വാസത്തെ കുറിച്ചാണ് യാക്കോബ് അപ്പോസ്തലൻ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ വിശ്വാസം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. എന്താണ്? നിർജീവമാണ്, ഡെഡ് ആണ്. ഞാൻ അതിന് കൊടുക്കുന്ന പേര് ഡെഡ് ഫെയ്ത്ത്, ചത്ത വിശ്വാസം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. വിശ്വാസം ഒരു തത്വമായി മാത്രം, വിശ്വാസം ഒരു വാക്ചാതുര്യത്തിലൂടെ പറയുന്നതായി മാത്രം, അതും ആമേൻ നമ്മുടെ പ്രവൃത്തിയുമായി യാതൊരു ബന്ധവുമില്ലാത്തതായ ആ അനുഭവം, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് ചത്ത വിശ്വാസമാണ്. രണ്ടാമതൊരു വിശ്വാസം പിശാചുക്കളുടെ വിശ്വാസം എന്നാണ് അവിടെ പറയുന്നത്. അതെങ്ങനെയാണ്? അവരും വിശ്വസിക്കുന്നു ദൈവമുണ്ടെന്ന്, അല്ലേ? അവര് അതിലും ഒരുപടി കൂടുതലൂടെ പോകുന്നു. എന്ത് ചെയ്യുന്നു? അവര് വിറയ്ക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ നോക്ക്, രണ്ടാമത്തെ വിശ്വാസം ഡിമോണിക് ഫെയ്ത്ത്, പൈശാചിക വിശ്വാസം. എന്ത്? ദൈവം ഉണ്ട്, പ്രാർത്ഥന നല്ലതാ, സ്തോത്രം. പ്രശ്നം വരുമ്പോൾ വല്ല ദൂതൊക്കെ പറയുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ അവരെ ഒന്ന് അന്വേഷിച്ചു പോവുക. എല്ലാം നല്ലതാ, എല്ലാം ഗുഡ്, എവറിത്തിങ് ഈസ് ഓക്കെ. പിന്നെ നല്ല പ്രസംഗമൊക്കെ കേൾക്കുന്ന ഉടനെ ഒരു ഉഷിരൊക്കെ വരും, അല്ലേ? പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു നല്ല ഉണർവൊക്കെ വരും. പ്രസംഗം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഉണർവും പോയി, തീരുമാനവും പോയി. യാക്കോബ് അതിനെ എന്താ വിളിക്കുന്നതെന്ന് അറിയാമോ? ഡിമോണിക് ഫെയ്ത്ത്, പൈശാചിക വിശ്വാസമാണ്. എന്നാൽ മൂന്നാമതൊരു വിശ്വാസം, 22-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ കുഞ്ഞെ. അവന്റെ പ്രവൃത്തിയോട് കൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. മൂന്നാമത്തെ വിശ്വാസം അബ്രഹാമിന്റെ വിശ്വാസം. എന്താണ് അബ്രഹാമിന്റെ വിശ്വാസം? ദൈവനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനായ ഇസ്ഹാക്കിനെ മോറിയയിൽ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവനെ യാഗം കഴിക്കുക. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസം അതിരാവിലെ അബ്രഹാം ഈ മകനെയും കൊണ്ട് ആമേൻ മോറിയയിലേക്ക് യാത്ര തിരിച്ചു. നമുക്ക് അബ്രഹാമിനോടൊന്ന് ചോദിക്കാൻ കഴിയുമോ? അബ്രഹാമേ, why did you set out? നീ എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടത്? നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ഈ മകനിലൂടെയല്ലേ നിറവേറപ്പെടേണ്ടത്? ഇതറിഞ്ഞിട്ടും നീ എന്തുകൊണ്ട് പുറപ്പെട്ടു? എന്തുകൊണ്ട് ഈ കൽപ്പന അനുസരിപ്പാൻ നീ തയ്യാറായി? അബ്രഹാമിന് പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത് അനുസരിച്ചാൽ എനിക്ക് ദോഷം സംഭവിക്കത്തില്ല. ഈ രാത്രി ആരോടോ ദൈവാത്മാവ് ദൂത് പറയുകയാണ്, കർത്താവിനെ നീ ഒന്ന് അനുസരിക്കുമോ? മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കാതെ, വ്യക്തികളിലേക്ക് നോക്കാതെ, ബന്ധുക്കളിലേക്ക് നോക്കാതെ, are you willing to step out for Jesus? യേശുവിന് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ, യേശുവിന് വേണ്ടി ഒരു പുതിയ പടി മുന്നോട്ട് വെക്കുവാൻ നീ തയ്യാറാണോ? സ്വർഗം നിന്നെ അനുഗ്രഹിപ്പാൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. Praise the Lord. Praise the Lord. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ വേഗം അതിൻ്റെ ഇടയ്ക്കൊന്ന് പറയാം. യേശുവിനെ ഗെത്സമന തോട്ടത്തിൽ പിടിക്കാൻ വന്ന വലിയ പുരുഷാരത്തിന്റെ ആ ദൃശ്യം നിങ്ങളൊന്ന് ചിന്തിച്ചേ. തോട്ടത്തിനു വെളിയിൽ ഒരു വലിയ പുരുഷാരം, റോമ പടയാളികളുമായി യഹൂദന്മാരും ചേർന്ന് എണ്ണമില്ലാത്ത ഒരു സംഘം വരിക യേശുവിനെ പിടിക്കാൻ. എന്നാൽ തോട്ടത്തിനകത്ത്, അതിന്റെ പെരിഫറിയിൽ, അതിന്റെ അതിരിൽ 8 പേര് എന്തോ ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. നിങ്ങൾ ആ സംഖ്യ ഒന്ന് മനസ്സിൽ കുറിക്കണം. തോട്ടത്തിന് വെളിയിൽ അനേകരാണ് വരുന്നത്, തോട്ടത്തിനകത്ത് 8 പേര്. എന്നാൽ അല്പം കൂടെ മുന്നോട്ട് ഒരു കല്ലെറിയുന്ന ദൂരത്തിൽ 3 പേര് അവിടെ നിൽക്കുക. അതിലും അല്പം കൂടെ മുന്നോട്ട് യേശു ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഞാൻ പറയുന്ന ദൂത് എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട്? The nearer to Jesus, the number becomes less and less. യേശുവിനോട് അടുത്തു വരും തോറും എണ്ണം കുറഞ്ഞു വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവിടെ വെളിപ്പെട്ടതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിന്റെ അടുക്കലേക്ക് നീ അടുത്തു വരും തോറും ആമേൻ ആമേൻ ഈ സത്യം മനസ്സിലാക്കണം. കൂടെ നിൽക്കുന്നവരുടെ എണ്ണം കുറഞ്ഞെന്ന് വന്നാലും ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ കഴിയും, ആരൊക്കെ കുറഞ്ഞാലും, ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ തള്ളിയാലും ആമേൻ ഞാൻ യേശുവിന് വേണ്ടി നിൽക്കുവാൻ, യേശുവിന്റെ അടുക്കലേക്ക് പോകുവാൻ, ഇന്ന് രാത്രി അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ദൈവത്തോട് തീരുമാനമെടുക്കും? അങ്ങനെയുള്ളവരെയാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ളവരെയാണ് കർത്താവ് സഹായിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ വലം കൈപ്പിടിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല കേട്ടോ, I am with you. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമൊന്ന് ഉയർത്തി തീരുമാനിക്കുക. Praise the Lord. Thank you Jesus. മൂന്നാമത്തെ വിശ്വാസം ഞാൻ പറഞ്ഞു, അബ്രഹാമിന്റെ വിശ്വാസം. അബ്രഹാമിനോട് ചോദിക്കാം, അബ്രഹാമേ, ഇതിനു വേണ്ടി എങ്ങനെയാണ് നീ ഇറങ്ങി പുറപ്പെട്ടത്? എന്ത് ധൈര്യത്തിലാണ് ഇറങ്ങി പുറപ്പെട്ടത്?
നിന്നോട് ഇത്രയും നാള് പറഞ്ഞു, ദൈവം എൻ്റെ മകന്റെ ഈ ചാമ്പലിൽ നിന്ന് അതേ ഇസഹാക്കിനെ എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, അവൻ വാക്കു മാറാത്തവനാണ്. അതുകൊണ്ട് അവൻ ഞാൻ ക്ഷീണിക്കത്തില്ല, ഞാൻ ഈ ദൈവത്തെ അനുസരിക്കും. എത്ര പേർക്ക് ഈ ദൂത് കേട്ടിട്ട് സന്തോഷമുണ്ട്? എത്ര പേർക്ക് ഇന്നൊരു ചൈതന്യമുണ്ട്? ആമേൻ. കരമൊന്ന് ഉയർത്തി പറയാമോ? ആമേൻ. യേശുവേ, അങ്ങയുടെ വാക്ക് എന്തായാലും അതനുസരിപ്പാൻ ഇന്ന് രാത്രി ഇതാ എന്നെ വീണ്ടും സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ കൂട്ടത്തിൽ ഒരാളെ കൂടെ നമ്മൾ കാണുന്നു. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ അബ്രഹാം മാത്രമല്ല, ഈ ഡൈനമിക് ഫെയ്ത്തിന്, ഈ ചലനാത്മകമായ വിശ്വാസത്തിന്റെ ഉടമ മറ്റൊരാളെ കൂടെ പറയുന്നു, രാഹാബ് എന്ന് പറയുന്ന വേശ്യ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ അടുക്കൽ എങ്ങും കൂട്ടാൻ കൊള്ളുന്ന വ്യക്തിയല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് അവളെ കൂടെ, സ്തോത്രം, ആമേൻ, അബ്രഹാമിനോടുകൂടെ ചേർത്ത് ഈ വിശ്വാസത്തിന്റെ ഉടമയായി പറയുവാൻ കാരണം എന്താണെന്നറിയാമോ? അതിന് യോശുവയുടെ പുസ്തകത്തിലേക്ക് ഒന്ന് വേഗം പോകാം. 2-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ ആമേൻ, ആ ദൂത് നമുക്ക് മനസ്സിലാകും. എന്തുകൊണ്ട് രാഹാബിനെ കൂടെ അബ്രഹാമിനോട് ചേർത്ത് ചലനാത്മകമായ ഡൈനമിക് ഫെയ്ത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിച്ചേർത്തു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 2-ാം അധ്യായം 11-ാം വാക്യം. കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. മതി. ദൈവത്തിന് സ്തോത്രം. ഈ സ്ത്രീ പറഞ്ഞ ഒരു സാക്ഷ്യമാ. എന്താ പറഞ്ഞത്? കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി. ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ ശബ്ദത്തിന്റെ പരിധി എന്നെ കേൾക്കുന്നവരെ, നമ്മളൊക്കെ എത്ര കണ്ടതാ അല്ലേ? ഇതൊക്കെ കണ്ടിട്ട് ഇന്ന് നമ്മൾ ചോദിക്കുന്നത് നടക്കൂ അല്ലേ? അകപ്പാടെ സംശയമാ. എന്നാൽ വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയാനില്ലാത്ത, മാന്യന്മാരുടെ ഇടയിലൊന്നും കൂട്ടിച്ചേർക്കാത്ത ഇവള് പറയുക, ഞങ്ങള് കണ്ടിട്ടല്ല, വി ജസ്റ്റ് ഹേർഡ് അബൌട്ട് ഇറ്റ്. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്ന് കേട്ടു, കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? ഇന്ന് രാത്രി ആമേൻ വിശ്വാസത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അപ്പോസ്തലനായ യൂദയുടെ വാക്കുകളിലേക്ക് ഞാൻ മടങ്ങി വന്ന് എൻ്റെ ചിന്ത അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ആമേൻ. അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തണം. സ്തോത്രം. കർത്താവ് നമ്മെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഒരു വർധനവ്, ഒരു ബിൽഡിംഗ് അപ്പ് നമുക്കുണ്ടായിരിക്കണം. ദൈവകൃപയിൽ ഒരു ബിൽഡിംഗ് അപ്പ് ഉണ്ടായിരിക്കണം. ആത്മാവിൽ ഒരു ബിൽഡിംഗ് അപ്പ് ഉണ്ടായിരിക്കണം. സ്തോത്രം. ആമേൻ. ഇന്നലകളിലെ വിശ്വാസം, ഇന്നലകളിലെ ദൈവശക്തി, ഇന്നലകളിലെ ആമേൻ ദൈവകൃപ പോരാ. ഇന്ന് ആമേൻ ഒരു പുതിയ അളവിൽ ദൈവത്തിന്റെ കൃപ പ്രാപിച്ച്, ദൈവശക്തി പ്രാപിച്ച്, ദൈവികമായ കൃപ പ്രാപിച്ച് കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകുവാൻ എത്ര പേർ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? സ്തോത്രം. ആരും പടങ്ങല്ലേ, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ്, ഞങ്ങളുടെ അവിടുത്തെ കാര്യമാണ്. സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യുക? ആമേൻ. ആത്മീകമായി കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊന്ന് നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പറയാമോ? ഒരാത്മീക വർധനവ് എന്നിലൊന്നുണ്ടാകണം. കർത്താവേ, അതിനായി എനിക്ക് കൃപ നൽകണമേ. സ്തോത്രം. ഇന്നലകളിലെ വിശ്വാസം പോരാ, ഇന്നലകളിലെ വിശുദ്ധി പോരാ, ഇന്നലകളിലെ ദൈവകൃപ പോരാ, ഇന്നലകളിലെ സ്നേഹം പോരാ, ഇന്നലകളിലെ സഹിഷ്ണുത പോരാ. ഇന്നലകളിലെ പോലെയല്ല, യേശുവിന്റെ സ്വഭാവം ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ മുന്നോട്ട് പോയി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ആത്മീക വർധന വരുത്തിയും അടുത്തത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. അവിടെങ്ങും ഞാൻ നിൽക്കുന്നില്ല. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന ബുദ്ധി കൊണ്ടും ആത്മാവിലുമായിരിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരിക്കണം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരായിരിക്കണം. സ്തോത്രം.
സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിസ്തരിക്കുന്നില്ല. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാടിയും കീർത്തനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവ് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു അനുഭവമാണ് പെന്തക്കോസ്തിൻ്റെ അനുഭവം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അതൊരു സഭയല്ല, അതൊരു അനുഭവമാണ്. നമുക്ക് ഈ ദിവസങ്ങൾ പറയാം, കർത്താവേ, പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലേക്ക്, പെന്തക്കോസ്തിൻ്റെ ശക്തിയിലേക്ക്, പെന്തക്കോസ്തിൻ്റെ അഭിഷേകത്തിൻ്റെ കൃപയിലേക്ക് ഞങ്ങളൊന്ന് മടങ്ങി വന്ന് ഒരു ജയജീവൻ നയിപ്പാൻ ഈ ദിവസങ്ങളിൽ എന്നെ സഹായിക്കണം. എത്ര പേർക്ക് അതിന് ആഗ്രഹമുണ്ട്? ചില കരങ്ങളൊന്ന് ഉയരട്ടെ. ഇന്ന് രാത്രി തീരുമാനമുള്ളവർ ചിലർ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, ആ അനുഭവത്തിലേക്ക്, ആ അവസ്ഥയിലേക്ക് ഞങ്ങളൊന്ന് മടങ്ങിപ്പോകുവാൻ ഈ ദിവസങ്ങളിൽ എനിക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും പിന്നെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. നമ്മെ സൂക്ഷിക്കുന്ന കർത്താവ് നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ സൂക്ഷിക്കുന്നെങ്കിലും നീയും ചിലത് സൂക്ഷിക്കണം. സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എങ്ങനെങ്കിലും ജീവിച്ചാൽ അങ്ങ് എത്തത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അങ്ങ് എത്തണമെങ്കിൽ അതിനൊരു ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. പണ്ടാരോ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 3 അത്ഭുതമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ അത്ഭുതം, നമ്മൾ പ്രതീക്ഷിച്ച് അവിടെങ്ങും കാണത്തില്ലെന്ന് നമ്മൾ വിധി എഴുതി തള്ളിയ പല പുള്ളികളും അവിടെ കാണും. 2, നമ്മൾ കാണുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ പലരും അവിടെ ഇല്ല. മൂന്നാമത്തെ ഏറ്റവും വലിയ അത്ഭുതം, ഞാൻ അവിടെ എത്തിയെന്നുള്ളതാ. സ്തോത്രം. പറഞ്ഞു മനസ്സിലായോ? നമ്മളവിടെ എത്തിയെന്നുള്ളതാ. സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ദൈവസ്നേഹത്തിൽ നമ്മെ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോടെല്ലാം ഓർപ്പിക്കുന്നു, യേശു മടങ്ങി വരാറായി. ഒരു കാര്യം, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനേക്കാൾ 8 മടങ്ങ് വാക്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെ കുറിച്ച് വിളിച്ചു പറയുന്നു. 1-ാം വരവ്, അതിൻ്റെ കറക്റ്റ് സമയത്ത് പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് വള്ളി മാറാതെ അത് നടന്നെങ്കിൽ 2-ാം വരവ് നിശ്ചയമായി സംഭവിക്കുമെന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ ശക്തിയോടെ വിളിച്ചു പറയുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നില്ല. പിന്നെന്താ ഇങ്ങനെ നീണ്ടുപോയെന്നറിയാമോ? ചിലരോട് രക്ഷിക്കപ്പെടുവാൻ ഇന്ന് രാത്രി ശബ്ദത്തിൻ്റെ പരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരോട്, ഒരുപക്ഷെ ഈ പന്തലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം കൂടെ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പറ, കർത്താവേ, എൻ്റെ ജീവിതം ഇന്ന് ഞാൻ വീണ്ടും അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങെന്നെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ കൃപ എൻ്റെ മേൽ തരണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് രാത്രി എൻ്റെ മേലൊന്ന് നിഴലണമേ കർത്താവേ. അങ്ങയുടെ സ്വഭാവം ജീവിതത്തിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ എനിക്ക് കൃപ നൽകണമെന്ന് എത്ര പേർ ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? പ്രിയമുള്ളവരെ, യേശു മടങ്ങി വരാറായി. അവൻ്റെ വരവിനായി ഒരുങ്ങാം. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കും? ഇനി കാലമേറെ ഇല്ല കേട്ടോ. നാളെയാകട്ടെ എന്ന് പറഞ്ഞ് സമയമേറെ ഇല്ല. യേശു മടങ്ങി വരാറായി. ഈ രാത്രി അവചനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പറ, എന്നെ മുറ്റുമായി ഒന്ന് കഴുകണമേ, എന്നെ മുറ്റുമായി ഒന്ന് വിശുദ്ധീകരിക്കണമേ, എന്നെ മുറ്റുമായി ഒന്ന് വെടിപ്പാക്കണമേ കർത്താവേ. എൻ്റെ ജീവിതത്തിലെ മാലിന്യങ്ങളെ പോക്കി എന്നെ വിശുദ്ധീകരിക്കണം. അങ്ങയെ അനുസരിപ്പാൻ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തിക്കൊണ്ട് ശക്തിയോടെ ആത്മാവിന്റെ നിറവോടെ അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ദൈവവരങ്ങൾ ഏൽപ്പിക്കും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില പ്രിയപ്പെട്ടവർ കരങ്ങളെ ഉയർത്തി ദൈവത്തോട് തീരുമാനമെടുക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു പുതിയ സമർപ്പണം, ഒരു പുതിയ തീരുമാനം. ദൈവശക്തി എൻ്റെ മേലൊന്ന് വ്യാപരിക്കട്ടെ.
എൻ്റെ പൊത്തുരുത്തമായ അനുഭവം ഒന്ന് മാറട്ടെ കർത്താവേ. യെസ്, ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ, ദൈവകൽപ്പനകളെ ഞാൻ അനുസരിച്ചുകൊണ്ട് ദൈവഹിതത്തിനായി സമർപ്പിക്കുമ്പോൾ, ഇന്ന് രാത്രി അതെനിക്ക് അനുഗ്രഹത്തിൻ്റെ രാത്രിയാകട്ടെ, അതിന്ന് എനിക്ക് ചൈതന്യത്തിൻ്റെ രാത്രിയാകട്ടെ. ദൈവശക്തി എൻ്റെ മേലൊന്ന് വ്യാപരിക്കട്ടെ. അതിന് സന്തോഷമുണ്ടോ? കരമൊന്ന് ഉയർത്തിപ്പിടിക്കട്ടെ. കർത്താവ് അത് കാണുന്ന രാത്രിയാണ്. കർത്താവ് നമ്മെ മുദ്രയിടുന്ന രാത്രിയാണ്. ചില കരങ്ങൾ ഉയർത്തപ്പെട്ട് ഞാൻ ആത്മാവിൽ കാണുന്നു. എത്ര പേർ ഇന്ന് രാത്രി സ്തോത്രം പറയും? കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി തീരരുത്. കർത്താവിന് വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ നമുക്കിടയാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടും ദൈവസഭയോടും ഈ കുടുംബത്തോടും ഞാൻ നന്ദി കരേറ്റുന്നു. ദൈവം ധാരാളമായി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. പ്രിയ കർത്താവേ, സ്വർഗ്ഗീയ ദൈവമേ, അങ്ങയുടെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പല ഹൃദയങ്ങളിൽ അവിടുന്ന് കൊടുത്ത നല്ല താല്പര്യങ്ങൾക്കായി, തീരുമാനങ്ങൾക്കായി ഞാൻ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. വിശുദ്ധിയോടെ, ദൈവകൃപയോടെ ഞങ്ങൾ ജീവിച്ച് കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ സഹായിക്കണം. കരം വെച്ചതിനായി സ്തോത്രം. അത് രോഗശാന്തിയായി, ആശ്വാസമായി, വിടുതലായി വ്യാപരിക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തും യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി 3 ഹല്ലേലൂയ പറയാം. ശക്തിയോടെ ഒരു പ്രാവശ്യം കൂടെ. God bless you. Amen.